തലയ്ക്കു പിന്നിൽ മറ്റൊരു മുഖവുമായി ജനിച്ച് ശാസ്ത്രലോകത്തിന് അത്ഭുതമായ ഒരു മനുഷ്യനുണ്ട്. ഇംഗ്ലണ്ടുകാരനായ എഡ്വാർഡ് മോർഡറേക്ക്. 19ാം നൂറ്റാണ്ടിൽ ജനിച്ച എഡ്വേർഡ് അപൂർവ കഴിവുള്ള വ്യക്തിയും പ്രമുഖ സംഗീതജ്ഞനുമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം സംഗീതത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. എന്നാൽ ഈ അനുഗ്രഹങ്ങൾക്കൊപ്പം അദ്ദേഹത്തിനുള്ള ശാപമായിരുന്നു തലയുടെ പിന്നിലെ രണ്ടാമത്തെ മുഖം. പിറകിലെ മുഖത്തിന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും പൊട്ടിച്ചിരിക്കുകയും കരയുകയും ചില അപശബ്ദങ്ങളിലൂടെ ആ മുഖം സംസാരിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് എഡ്വാർഡ് പറഞ്ഞിരുന്നത്. സ്വകാര്യത നഷ്ടപ്പെട്ട എഡ്വാർഡ് അതീവ ദുഃഖിതനായിരുന്നു. രണ്ടാമത്തെ മുഖം ഒരു സ്വപ്നം പോലെ മനോഹരവും ഒരു പിശാചിനെ പോലെ ഭയാനകവുമാണെന്ന് എഡ്വേർഡ് പറഞ്ഞിരുന്നതെന്നാണ് ശാസ്ത്രലോകം അഭിപ്രായപ്പെടുന്നത്. വിചിത്രമായ വസ്തുത, എഡ്വേർഡ് കരയുമ്പോഴെല്ലാം അവന്റെ പിറകിലത്തെ മുഖം പുഞ്ചിരിക്കും. അവൻ പുഞ്ചിരിക്കുമ്പോൾ രണ്ടാമത്തെ മുഖം അസ്വസ്ഥമാകും. ഇത് തലയോട്ടിയുടെ പിൻഭാഗത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ കൈവശപ്പെടുത്തിയിട്ടുള്ളൂവെങ്കിലും ഈ മുഖത്തിന്റെ രൂപം വിചിത്ര രൂപത്തിലുള്ളതായിരുന്നു. രണ്ടാമത്തെ മുഖത്തിന്റെ ചുണ്ടുകൾ പലപ്പോഴും എന്തോ പിറുവിറുക്കുന്നതായി എഡ്വേർഡിന് തോന്നുമായിരുന്നു. പക്ഷെ സാധാരണ രീതിയിലുള്ള സംസാരങ്ങൾ അവിടെ നിന്ന് കേൾക്കാനും സാധിച്ചിരുന്നില്ല. രാത്രി ഉറങ്ങുമ്പോൾ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള അപശബ്ദങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഈ മുഖം കാരണം എഡ്വാർഡിന് മനസ്സമാധാനം തന്നെ നഷ്ടപ്പെട്ടിരുന്നു. തന്റെ മുഖം നീക്കം ചെയ്തു തരുവാൻ ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പരാജയമായിരുന്നു ഫലം. ദുരിത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവാതെ എഡ്വാർഡ് തന്റെ 23ാം വയസ്സിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. എഡ്വാർഡിനെ കുറിച്ച് ഗൂഗിളിൽ തിരഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നതായി കാണാൻ സാധിക്കും. വിക്കിപീഡിയയും ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട്.